ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് കൂടുതൽ സന്തോഷമായിട്ടിരിക്കണം, ആനന്ദമായിട്ടിരിക്കണം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഈ പ്രായത്തിനനുസരിച്ച് ഓരോ രീതിയിലുള്ള തോന്നലുകളും ഇഷ്ടങ്ങളും അതിങ്ങനെ മാറി മാറി വരുന്നു. അപ്പം നമ്മുടെ സന്തോഷത്തിനും സുഖത്തിനുമൊക്കെ വേണ്ടി പല കാര്യങ്ങളും പ്രകൃതിയാൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള ആനന്ദമായാലും സന്തോഷമായാലും ഒക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് ഫിസിക്കൽ ഹെൽത്ത് മാത്രം പോരാ, മെൻ്റൽ ഹെൽത്തും വേണം. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് ഇത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും അധികം താമസിക്കാതെ എങ്ങനെ സാധ്യമാകും അതിനെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. അതുപോലെ ഈ വികാര വിചാരങ്ങളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ അളവിലാണല്ലോ. ചിലർക്കാണെങ്കിൽ ഇത് വളരെ കൂടുതലാണ്, ചിലർക്കാണെങ്കിൽ ഇത് തീരെയില്ല, ചിലർക്കാണെങ്കിൽ ഇതൊരു ആവറേജ് രീതിയായിരിക്കും, അധികം കൂടുതലുമില്ല കുറവുമില്ല. സാധാരണ രീതി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ കുറേ മണിക്കൂറിന് ശേഷം മതിയല്ലോ. എങ്കിൽ മാത്രമേ കൂടുതൽ പേർക്കും ബോഡി അത് വീണ്ടും ഡിമാൻഡ് ചെയ്യത്തുള്ളൂ. ഇതിനെ നമ്മൾ റിഫ്രാക്ടറി പീരീഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പീരീഡ് പലർക്കും പലതരത്തിലാണ്. ചിലർക്കാണെങ്കിൽ 2 ദിവസം വേണം, ചിലർക്ക് 1 ദിവസം മതി, ചിലർക്കാണെങ്കിൽ ഇത് 1 മണിക്കൂർ മതി. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മാക്സിമം ഇതിൻ്റെ ലെങ്ത് എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ് കേട്ടോ. എങ്കിൽ മാത്രമേ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ വീണ്ടും ഉടനെ തന്നെ സാധ്യമാകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ചില പങ്കാളികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഈ വല്ലപ്പോഴും ഒക്കെ മീറ്റ് ചെയ്യുന്ന ചില സാഹചര്യമുള്ളവരുണ്ടല്ലോ. അപ്പോൾ ഇത് ചെയ്തു നോക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ പുരുഷന്മാർ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു 21 ദിവസം ഞാൻ ഈ പറയുന്ന 3-4 കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എഫിഷ്യൻസി നമ്മൾ കൂട്ടുവാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീ പങ്കാളിക്കും ഇതിനകത്തൊരു പാർട്ടുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് എല്ലാ ദിവസവും കുറച്ച് വ്യായാമങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള കേഗൽ എക്സർസൈസുകൾ ചെയ്യണം. അപ്പോൾ ഈ പെൽവിക് ഫ്ലോർ മസിൽ ഏതാണെന്നറിയാമോ? നമ്മൾ ഈ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റിലൊന്ന് പിടിക്കുമല്ലോ, അത് ഈ മസിലാണ്. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടും ഒരു വ്യായാമമുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം ഈ മസിൽ നന്നായിട്ട് പിടിക്കുക, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം റിലീസ് ചെയ്യാം. ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യണം ഒരു സമയത്ത്. അതുപോലെ ഇതിനിടയ്ക്ക് നമ്മൾ ഡീപ്പായിട്ട് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കണം, എന്നിട്ട് വായിൽ കൂടെ പുറത്തേക്ക് വിടണം. അതുപോലെ തന്നെ പെൽവിക് ഫ്ലോർ മസിൽസിനെ ശക്തിപ്പെടുത്തുന്ന കെഗൽ എക്സർസൈസുകളുണ്ട്. ഇത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്തുനിന്ന് നമുക്ക് പറ്റുന്നത് 2-3 എണ്ണം തിരഞ്ഞെടുത്തിട്ട് ഡെയിലി ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത് മനസ്സിനാണ്. എന്ന് വെച്ചാൽ ഇതിന് അനുകൂലമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യം മതി എന്നാണ്, അത് 2 ആക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ റിഫ്രാക്ടറി പീരീഡ് ഉണ്ടല്ലോ, അത് അരമണിക്കൂറായിട്ട് സങ്കല്പിക്കണം. എന്ന് വെച്ചാൽ അരമണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടെ വേണമെന്ന് ഇമാജിൻ ചെയ്യണം. അതുപോലെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിലേ ഇത് സാധ്യമാകത്തുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ ഹാർട്ടിനെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ വേണം, അതിനനുസരിച്ചുള്ള ആഹാരങ്ങൾ വേണം. എന്ന് വെച്ചാൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫാറ്റ് കുറഞ്ഞ ആഹാരങ്ങൾ കഴിക്കണം. അപ്പോൾ ഈ 21 ഡേയ്സിനിടയ്ക്കും നമ്മൾ പല പ്രാവശ്യം ചെയ്യുമല്ലോ. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കഴിഞ്ഞ് ഒരമണിക്കൂർ ഒന്ന് റിലാക്സ് ചെയ്തോ. അതിനുശേഷം അവിടെ ഒരു മസാജ് കൊടുക്കണം വെളിച്ചെണ്ണ ഉപയോഗിച്ച്. അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ദിവസം 2 പ്രാവശ്യം ലഞ്ച് കഴിക്കണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കഴിക്കുമ്പോൾ വയറങ്ങ് ഫുള്ള് നിറയുന്ന രീതിയിൽ കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിൽ കഴിക്കാറില്ലല്ലോ. അതേ മെത്തേഡ് നമ്മളിവിടെ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം കഴിക്കുമ്പോൾ ആദ്യത്തേതിനെക്കാട്ടിലും രുചിയുള്ളത് തിരഞ്ഞെടുക്കണം. അതുപോലെ നല്ല രുചിയുള്ള ഐസ്ക്രീമും തേൻകരിക്കും ഒക്കെ 2ാമത്തെ പ്രാവശ്യം തിന്നാൽ മതി. അതുപോലെ സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് ഇതിനകത്തൊരാകാംക്ഷ കിട്ടത്തക്ക രീതിയിൽ 2ാമത്തെ പ്രാവശ്യം പെരുമാറാം. മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം രതിമൂർച്ച വന്നില്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം തീർച്ചയായിട്ടും വരും. എന്ന് വെച്ചാൽ 2ാമത് ഒന്നുകൂടി വേണം എന്ന ആറ്റിറ്റ്യൂഡിൽ വേണം സ്ത്രീ പുരുഷനോട് പെരുമാറാൻ. എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാം, കേൾക്കാം, പറയാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഈ ഒരു കാര്യം എപ്പോഴും വേണ്ട കേട്ടോ, വല്ലപ്പോഴും ഒക്കെ മതി. ചില സാഹചര്യങ്ങളും ദിവസങ്ങളും ഒക്കെ ഒത്തുവരുമല്ലോ, ആ സമയത്ത് മതി. പക്ഷേ ഇതിനകത്ത് മറ്റൊരു സൈക്കോളജി ഉണ്ട്. എന്താണെന്നറിയാമോ? ഈ 2ന് വേണ്ടി പുരുഷൻ ശ്രമിക്കുമ്പോൾ 1ാമത്തത് കൂടുതൽ ശക്തമാകും. കാരണം നമ്മൾ ഈ ചെയ്യുന്ന എക്സർസൈസുകളെല്ലാം തന്നെ കൂടുതലായിട്ടും ശക്തി തരുന്നതാണ്.
അതുപോലെ ഈ എക്സർസൈസുകളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഹാർട്ടിന് ബ്ലോക്ക് വരുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.